ഈ ലോകത്ത് വാക്കുകൾ കൊണ്ട് ആളുകളെ മാറ്റാൻ ശ്രമിക്കുന്നവർ വളരെ അധികം പേരുണ്ട്. എന്നാൽ പ്രവൃത്തികൾ കൊണ്ട് ഹൃദയങ്ങൾ കീഴടക്കുന്നവർ വളരെ കുറവാണ്. അത് ബുദ്ധിമുട്ടുമാണ്. എന്നാൽ പ്രവൃത്തികൾ കൊണ്ട് ഹൃദയങ്ങൾ കീഴടക്കിയവരിൽ ഒരാളായിരുന്നു നമ്മുടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അടിസ്ഥാനം തന്നെ കാരുണ്യം, ക്ഷമ, സഹനം എന്നിവയായിരുന്നല്ലോ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ചെറിയൊരു സംഭവമാണ്. എന്നാൽ ഇതിന്റെ സ്വാധീനം കൊണ്ട് ഒരു ജീവിതം മുഴുവൻ മാറ്റിയ കഥയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വളരെ ചൂട് പിടിച്ച ഒരു ദിവസം, പൊടി പടർന്ന വഴിയിലൂടെ, ആളുകളുടെ തിക്കിലും തിരക്കിലൂടെ, ആളുകളുടെ തിക്കും തിരക്കും ഒക്കെ ഉണ്ട് ആ വഴിയിൽ. മക്കയിലെ ഒരു നഗരത്തിലൂടെ ശാന്തമായി നമ്മുടെ പ്രവാചകൻ ഇങ്ങനെ നടന്നുകൊണ്ട് പോവുകയായിരുന്നു. അദ്ദേഹത്തിന്റെ കണ്ണുകളാണെങ്കിൽ എപ്പോഴും അന്വേഷിച്ചിരുന്നത് സഹായം ആവശ്യമുള്ളവരെയാണ്. അങ്ങനെ അദ്ദേഹം ചുറ്റിനും കണ്ണോടിച്ചുകൊണ്ട് ഇങ്ങനെ നടന്നു പോകുന്നതിനിടയിൽ ഒരു കാഴ്ച കാണുകയാണ്. ഒരു വൃദ്ധ, അവളുടെ തലയിൽ ഭാരമേറിയ ഒരു ചുമടുണ്ടായിരുന്നു. ഓരോ അടിയും വെക്കുമ്പോൾ അവൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായി. ആ വൃദ്ധ ഓരോ അടിയും വെക്കുന്നത് അത്രയും ബുദ്ധിമുട്ടിയാണെന്നുള്ളത് നമ്മുടെ പ്രവാചകൻ മനസ്സിലാക്കിയിരുന്നു. വേഗം പ്രവാചകൻ എന്ത് ചെയ്തു? ആ വൃദ്ധയുടെ അടുത്തെത്തി. എന്നിട്ട് പറഞ്ഞു, ആ ചുമട് എനിക്ക് തരൂ, ഞാൻ ചുമന്നു കൊണ്ടുപോവാം. ആ വൃദ്ധ അത്ഭുതപ്പെട്ടു. ഇങ്ങനെയും സഹായിക്കാൻ ഒരാളുണ്ടോ എന്നുള്ള ചിന്തയായിരുന്നു വൃദ്ധയുടെ മനസ്സിൽ. അവൾ ചുമട് അദ്ദേഹത്തിന് കൈമാറി. അങ്ങനെ ഇരുവരും ഒരുമിച്ച് നടന്നു. ചില നിമിഷങ്ങൾ അങ്ങനെ മിണ്ടാതെ നടന്നു. പിന്നീട് വൃദ്ധ സംസാരിക്കാൻ തുടങ്ങി. മോനെ, നീ നല്ലവനാണ്, പക്ഷെ ഒരു കാര്യത്തിൽ നീ ജാഗ്രത വേണം. നിനക്ക് ജാഗ്രത വേണം. ഇവിടെ മുഹമ്മദ് എന്ന ഒരാളുണ്ട്. അവൻ നമ്മുടെ വിശ്വാസങ്ങളെ തള്ളി പറയുന്നു, ആളുകളെ തെറ്റിലേക്ക് നയിക്കുന്നു. നിന്നെ പോലെയുള്ള യുവാക്കൾ അവന്റെ വലയത്തിൽ പെടരുത് എന്ന വൃദ്ധ പറയാണ്. ആ വൃദ്ധയുടെ വാക്കുകൾ കേട്ടപ്പോൾ പ്രവാചകനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചിലരെ പോലെ പ്രതികരിക്കാമായിരുന്നു, ചിലരെ പോലെ വാദിക്കാമായിരുന്നു, ചിലരെ പോലെ കോപിക്കാമായിരുന്നു. അദ്ദേഹം ശാന്തനായി തുടർന്നു. മുഖത്തൊരു ചെറിയ പുഞ്ചിരി മാത്രം. അദ്ദേഹം ശാന്തനായി ആ നടത്തം അങ്ങനെ തുടർന്നു കൊണ്ടേയിരുന്നു. മുഖത്ത് ഒരു ചെറിയ പുഞ്ചിരി മാത്രം. കാരണം അദ്ദേഹത്തിന് അറിയാമായിരുന്നു, സത്യത്തിന് ശബ്ദം ആവശ്യമില്ല, പ്രവൃത്തികൾ മതിയാകുമെന്ന്. അങ്ങനെ അവരുടെ യാത്ര അവസാനിച്ചു. വൃദ്ധയുടെ വീട്ടിലെത്തി. പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചുമട് സാവധാനം താഴെ വെച്ചു. തിരിഞ്ഞു പോകാൻ തുടങ്ങി. വൃദ്ധ വിളിച്ചു. തിരിഞ്ഞു പോകാനായി തുടങ്ങി. ആ സമയം വൃദ്ധ വിളിച്ചു, മകനെ, നിന്റെ പേരെന്താണ്? ഒരു നിമിഷം അവിടെ ഒരു നിശബ്ദത. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ ആ മുഹമ്മദ് ഞാനാണ്. വൃദ്ധ നിശ്ചലമായി നിന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ വിചാരിച്ചു, ഞാൻ തെറ്റായാണ് മനസ്സിലാക്കിയത്. അതായത് ഞാൻ തെറ്റായി മനസ്സിലാക്കിയവനാണ് എന്നെ സഹായിച്ചത്. അവൾ വിറച്ചുകൊണ്ട് പറഞ്ഞു, ഇത്രയും കാരുണ്യവും സ്നേഹവും ഉള്ള ഒരാൾ എങ്ങനെ തെറ്റായിരിക്കും? അവളുടെ ഹൃദയം മാറി. അവൾ സത്യം തിരിച്ചറിഞ്ഞു. അവൾ ഇസ്ലാം സ്വീകരിച്ചു. ഈ കഥ നമ്മളെ എന്താണ് പഠിപ്പിക്കുന്നത്? വാക്കുകൾ കൊണ്ട് നമുക്ക് വാദിക്കാം, പക്ഷേ പ്രവൃത്തികൾ കൊണ്ട് മാത്രമേ ഹൃദയങ്ങൾ മാറ്റാൻ കഴിയൂ. കാരുണ്യം അതൊരു ശക്തി തന്നെയാണ്, ഒരു വലിയ ശക്തി. ഒരു നല്ല പ്രവൃത്തി ഒരു ജീവിതം തന്നെ മാറ്റാം.